നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ആരാധകരുടെ പ്രിയപ്പെട്ട താരജോഡി തന്നെയാണ് അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും. ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം സിനിമാ ലോകം ആരാധകരും ആഘോഷമാക്കിയ സംഭവങ്ങളായിരുന്നു. ഇരുവരും ഒരുമിച്ചെത്തുന്ന നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട്. അഭിഷേകിനും ഐശ്വര്യയ്ക്കും ഇടയിലുള്ള പരസ്പര ബഹുമാനവും പ്രണയവും എല്ലാം പലപ്പോഴും ആരാധകർക്ക് മാതൃകയും പ്രചോദനവുമായി മാറാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും ആരാധകരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഐശ്വര്യയും അഭിഷേകും പിരിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. അഭിഷേകിന്റെ അമ്മ ജയാ ബച്ചനും അതുപോലെ സഹോദരി ശ്വേതാ ബച്ചനുമായി ഐശ്വര്യയ്ക്കുള്ള പ്രശ്നങ്ങളാണ് വേർപിരിയലിലേക്ക് എത്തിയത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഐശ്വര്യയും അഭിഷേകും ഇപ്പോൾ പിരിഞ്ഞാണ് താമസിക്കുന്നത്. ഐശ്വര്യ തന്റെ മകൾക്കും അമ്മയ്ക്കും ഒപ്പമാണ് താമസിക്കുന്നത്. പൊതുവേദികളിലടക്കം അഭിഷേകിന്റെ കുടുംബം ഐശ്വര്യയോടും ആരാധ്യയോടും അകലം പാലിക്കുന്നതായും സോഷ്യൽ മീഡിയയിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. പാരീസ് ഫാഷൻ വീക്കിലടക്കം ഐശ്വര്യയും ആരാധ്യയും ജയയും ശ്വേതയും അവഗണിച്ചതായും സോഷ്യൽ മീഡിയ നേരത്തെ ആരോപിച്ചിരുന്നു. വിവാഹമോചന റിപ്പോർട്ടുകൾക്ക് ശക്തി പകർന്നുകൊണ്ടായിരുന്നു ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും കല്യാണത്തിനിടെയുണ്ടായ സംഭവങ്ങൾ വരുന്നത്. വിവാഹത്തിന് ബച്ചൻ കുടുംബം ഒന്നിച്ചായിരുന്നു എത്തിയത്. എന്നാൽ ഇവർക്കൊപ്പം ഐശ്വര്യയും മകളും ഉണ്ടായിരുന്നില്ല. അഭിഷേക് ബച്ചൻ തന്റെ കുടുംബത്തോടൊപ്പം വന്നപ്പോൾ ഐശ്വര്യ മകളുടെ കൂടെയായിരുന്നു വന്നത്. എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നില്ല. ഇതെല്ലാം വിവാഹമോചന വാർത്തകൾ കരുത്തു പകരുന്നതായിരുന്നു. മാസങ്ങളായി വിവാഹമോചന വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ നാളിതുവരെയും ഐശ്വര്യയോ അഭിഷേകോ വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല. തങ്ങളുടെ വ്യക്തി ജീവിതം എന്നും സ്വകാര്യമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഐശ്വര്യയും അഭിഷേകും. ബച്ചൻ കുടുംബവും അങ്ങനെ തന്നെ. ഇതുവരെയും തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് അധികമൊന്നും ഐശ്വര്യയും അഭിഷേകും സംസാരിച്ചിരുന്നില്ല. ഇത്ര വലിയ വിവാദം നടക്കുമ്പോഴും പ്രതികരിക്കാതിരുന്നതും അതിനാലാണെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ചർച്ചകൾ അഭിഷേകിനെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാണ്. തന്റെ വ്യക്തി ജീവിതം ചർച്ചയാകുന്നത് അഭിഷേകിന് അനിഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. തനിക്കും ഐശ്വര്യയ്ക്കും ഇടയിലുള്ളത് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമായി മാറിയത് അഭിഷേകിനെ കുപിതനാക്കിയിട്ടുണ്ട് എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സോഷ്യൽ മീഡിയയിലെ റൂമറുകളിൽ യാതൊരു സ്ഥിരീകരണവും പുറത്തു വന്നിട്ടില്ല. ഇതിനിടെ ആരാധകർക്ക് ആശ്വാസം പകരുന്ന സംഭവങ്ങളും അരങ്ങേറിയിരുന്നു. കഴിഞ്ഞ ദിവസം അഭിഷേക് പുതിയൊരു കാർ വാങ്ങിയിരുന്നു. കാറിന്റെ നമ്പറാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത്. 5050 ആണ് അഭിഷേകിന്റെ പുതിയ കാറിന്റെ നമ്പർ. ഇത് ഐശ്വര്യയുടെ ഇഷ്ട നമ്പറാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഐശ്വര്യമായ അഭിഷേകിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുള്ളതിന്റെ സൂചന തന്നെയാണിതെന്നും ആരാധകർ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇതിന്റെ ഒരു സത്യാവസ്ഥ അഭിഷേക് അല്ലെങ്കിൽ ഐശ്വര്യ തന്നെ പുറത്തുവിടണം എന്ന് തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നതും. എന്നാൽ മാത്രമേ ഇത്തരമൊരു ചർച്ചയ്ക്ക് വിരാമം കുറിക്കുകയുള്ളൂ. എന്തായാലും സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് താര കുടുംബത്തിന്റെ ദിവസങ്ങൾ കടന്നു പോകുന്നത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.